എലിവേഷൻ ഡയറക്ടഡ് ബൈ ജോർജ് ഡോൾഫി. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി പടം തീരെ ഇഷ്ടമായിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഈ സിനിമ കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടല്ലോ, ആന്റണി മക്കി, മൂപ്പരാളാണ് ഇതിന്റെ മെയിൻ ലീഡ് റോൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് സിനിമ കാണാൻ ഒരു എന്താ പറയുക ഒരു താല്പര്യം വന്നത്. പക്ഷെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു ജീവി, കുറെ ജീവികൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ജീവികളല്ല ശരിക്കും, പിന്നെ സിനിമയിൽ കുറെ കഴിഞ്ഞിട്ടാ പറയാം, കുറെ ജീവികൾ ഇങ്ങനെ വരുന്നേ. അപ്പൊ ആ ജീവികൾ 8000 ഫീറ്റിന് മേലേക്ക് പോകില്ല, ആ ഒരു ഹൈറ്റ് വരെ പോകുള്ളൂ. അപ്പൊ ആ ഹൈറ്റിന് മേലെയാണ് ആര്, ഇത് സ്പോയിലർ ആണ് എന്നാലും പറയുന്നത്, ആന്റണി മക്കി ബാക്കിയുള്ളവരൊക്കെ, ഈ മനുഷ്യന്മാരൊക്കെ കുറെ ആൾക്കാർ ജീവിക്കുന്നത്. കാരണം അടിക്ക് പോയാലും മനുഷ്യന്മാരെ വേട്ടയാടും ആര്, ഈ ജീവികൾ. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ ഒരു സംഭവം, ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ആര്, ആന്റണി മക്കി ഇങ്ങോട്ട് പോണതാണ്. വില്ല് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. വില്ല് പോണതാണ്. വില്ലും അതിനൊപ്പം 2 പെണ്ണുങ്ങളും കൂടി മോനിക്കുള്ള ഓക്സിജൻ സിലിണ്ടർ എടുക്കാൻ വേണ്ടിട്ട് പോണതാണ്. തീരെ പോരാ പടം. ഒന്നാമത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിന്റെ ഇമോഷൻസ് ഒക്കെ കോമഡിയാണ്. കാരണം ഇതറിയാലോ, ഈ 3 ആൾക്കാരും കൂടെ പോകുമ്പോൾ അതിൽ ആരെങ്കിലും ഒക്കെ മരിക്കണമല്ലോ, അതുകൊണ്ട് ഒരാൾ മരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സ്പോയിലർ ആണെന്ന് അറിയാം, എന്നാലും ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരാൾ മരിക്കുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ പറ്റിയിട്ട്, അതായത് ഒരാൾ മരിച്ച നേരം ഇമോഷൻസ് ഉണ്ടാവുമല്ലോ, ഈ ഇമോഷൻസ് ആകെ 2 മിനിറ്റ് പോലും നിന്ന് നിൽക്കണില്ല. അവരന്ന് രാത്രി ബിയറൊക്കെ അടിച്ച് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിക്കാണ് സിനിമ 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പോണത്. അപ്പൊ അതാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രശ്നം. അതാണ് ഇതില് ആദ്യത്തെ കുറച്ച് ഒരു 1-2 സീനുകൾ അടിപൊളിയായിരുന്നു, കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് തോന്നിയിരുന്നു. പിന്നെ നമുക്കൊക്കെ അറിയാം ഇതൊന്നും സംഭവിക്കാൻ പോണില്ല എന്നുള്ള ഒരു ഫീല് തരുന്ന രീതിയിലാണ് സിനിമ പോണത്. മനസ്സിലായില്ല? അതായത് ഒരു ത്രില്ലിംഗ് സാധനങ്ങൾ തന്നെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിങ്ങനെ വരുള്ളൂ, ഇതിങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളത് നമ്മളെ മനസ്സിൽ തന്നെ വരും. അപ്പൊ അതാണ് ഈ ഒരു സിനിമന്റെ പ്രശ്നം, ക്ലീഷേ. അതായത് ഒരു ജീവികൾ ഇങ്ങനെ വരുന്നത്, അത് ഇംഗ്ലീഷിൽ നമ്മൾ എത്ര കാലമായി കാണുന്നത്, 10-20 കൊല്ലമായിട്ട് തന്നെയാണ്. അതേ 10-25 കൊല്ലം മുന്നേ വരെ ക്ലീഷായിട്ട് വന്നൊരു സ്ക്രിപ്റ്റ് ആണത്. മനസ്സിലായി? പിന്നെ അത്യാവശ്യം നല്ല സീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവര് നല്ല ഹൈറ്റിൽ കൂട്ടില് ജീവിക്കണം, അവിടെ പറയാൻ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാം കാണുന്നുണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ ഒരു പടം ഇഷ്ടമായിട്ടില്ല. അതിപ്പോ പെർഫോമൻസ് വൈസ് ആണെന്നുണ്ടെങ്കിലും പോരാ. അത് ആന്റണി മെക്കി പോലത്തെ ഒരു ക്യാരക്ടറിനൊന്നും, അതേപോലത്തെ ഒരു ആക്ടറൊന്നും ചെയ്യാനുള്ള ഈ സിനിമയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതാണ്. പിന്നെ അത് മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇത് ഇങ്ങനെ പോകണം. പിന്നെ ഭയങ്കര സ്ലോ പേസ് ആണ്. ഇങ്ങനെ സംസാരിച്ച് ഇവർക്ക് എങ്ങനെയും സിനിമ 1.5 മണിക്കൂർ, ഇത് ശരിക്കും ഒരു 3/4 മണിക്കൂറിന് പരിപാടി തീർന്നിരുന്നു. അത് 1.5 മണിക്കൂർക്ക് ഇവർ വലിച്ചു തീർത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങൾ വേറെ, അത് വേറെ. പിന്നെ പോട്ടെ, ഒരു സ്ലോ പേസ് ആണ്, ലാഗ് എന്നല്ല, പക്ഷെ നല്ല രീതിയിൽ സ്ലോ പേസിലാണ് പടം പോണത്. ലാഗിന് ബോറടിപ്പിക്കുക അങ്ങനത്തെ സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് സഹിച്ചിരിക്കാനുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകണം. എല്ലാവരും ഇങ്ങനെ വെച്ച് ഇങ്ങനെ വലിപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഇങ്ങനത്തെ ഒരു ജോണറിൽ വരുന്നത്. മനസ്സിലായില്ല? അല്ലെങ്കിൽ പിന്നെ സ്ലോ പേസിൽ കൊണ്ടുപോകേണ്ട ജോണറാണ് ഇതല്ല. ഇത് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ട സാധനം സ്ലോ പേസിലാവുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ ബോറടിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അത് ഞാൻ പറയാം, 25 കൊല്ലം മുന്നേ തന്നെ ക്ലീഷായ ഒരു ടോപ്പിക് അതിൽ ഭയങ്കര പ്രിഡിക്റ്റബിൾ ആയ രീതിയിൽ ഇങ്ങനെ സിനിമ അവസാനം വരെ പോകണം. ലാസ്റ്റ് എന്താണെന്നുള്ള അറിയില്ല, ജീവികളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വരെ കണ്ടുപിടിക്കും. അതാണ് പടം. ജീവികൾ വരുന്നത് കൊല്ലണ്, തീരെ ഡെപ്ത് ഒന്നുമില്ല. ഇത് ഇമോഷൻസും കാര്യങ്ങളും ഇതിന്റെ ഡയലോഗുകളും മാത്രം ഡെപ്ത്. ആ ഡെപ്ത് വരാത്ത എന്താ പറയുക, അതിന് മുന്നേ നടന്ന കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു കാണിക്കണില്ല. മനസ്സിലായി? അത് കാണിക്കുമ്പോഴല്ലേ നമുക്കൊരു ഇമോഷണലി ഒരു കണക്ഷൻ ഈ ഒരു സിനിമയോട് തോന്നുക. അതൊന്നുമില്ല. ഇത് ഇങ്ങനെ പോവുക, നേരം വളർത്താദ്യ ആവോളം തന്നെ അങ്ങനെ ഒരു പോക്കുക, തല്ലി അങ്ങോട്ട് വിടണ പോലെ ഉള്ളൊരു പടം. എനിക്ക് പേഴ്സണലി സിനിമ ഇഷ്ടമായിട്ടില്ല. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.